ഒരുങ്ങിയിട്ട് നിങ്ങൾ എങ്ങടേക്കാ? പാർക്കിലാ? ഈ മഴയത്തോ? ആരാ പറഞ്ഞ നിങ്ങളോട് പോയി ഒരുങ്ങാൻ? ഐഷു നിന്നോട് ആരാ പറഞ്ഞത്? അതപ്പ നന്നായേ, ആരും പറയാണ്ട് കയറി ഒരുങ്ങാണ്. പോയി വീട്ടിടുന്ന ഡ്രസ്സിലേക്ക് മാറ്. ഐഷുവേ, ഞാൻ വിചാരിച്ച അച്ഛൻ നിന്നോട് പറഞ്ഞു കാണും, അതാണ് നീ വന്ന് എന്നെ വിളിച്ചതെന്ന്. അച്ഛനോട് ഇപ്പൊ പറയാം. ഒരു പ്രയോജനവും ഇല്ല. മഴയത്തെ എല്ലാം നനഞ്ഞു കിടക്കണുണ്ടാവും. ഡ്രസ്സുമേലൊക്കെ മഴവെള്ളവും ചെളിയും എല്ലാം കൂടി പറ്റും. ആരും പോവാറില്ല. അതിന്റെ പേരാണ് വട്ട്. തുറന്നല്ലോ ഇടുക്കി ഡാമിന്റെ ഷട്ടർ. എന്തിനാ നീ കരയണേ? അരുൺമോനെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. ഒറ്റയ്ക്കേ ഉള്ളൂ? ഒറ്റയ്ക്കല്ലാട്ടാ, ഞാൻ കൊണ്ടുവന്നതാണ്. ബിജു ഉണ്ടായിരുന്നോ? ഇരിക്കട്ടാ, ഞാൻ രഘുവേട്ടനെ വിളിക്കാം. അല്ലിതാരാണ്? ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുന്നു. മഴയാവുമ്പോ എങ്ങടേക്ക് ഇറങ്ങാൻ തോന്നില്ല. വീടിനകത്ത് തന്നെ ചടഞ്ഞു കൂടിയിരിക്കുന്നതാണ് ഒരു സുഖം. എന്നാലും അപ്പുറത്ത് നിന്ന് ഇവിടെയൊക്കെ കാണാറുണ്ടായിരുന്നു ട്ടാ. നീ വന്നത് നന്നായി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? എനിക്ക് മനസ്സിലായി. അശ്വിൻ ചേട്ടനെ ഷോപ്പിൽ വെച്ച് കണ്ട കാര്യല്ലേ പറയാൻ വരണേ? ഒന്ന് പതുക്കെ, കല്ലു കേക്കണ്ട. അപ്പൊ ആന്റി കേക്കണ്ടാത്ത കാര്യാണോ? എന്തുട്ടപ്പ അത്? എന്തായാലും എന്നോട് പറ, ഞാൻ ആരോടും പറയില്ല. പക്ഷെ ഈ കുട്ടിയോട് വഷളാക്കൂലോ. അരുൺമോനെ, അങ്കിള് പുതിയ 2 കളിപ്പാട്ടം വാങ്ങി കൊടുത്തിട്ടുണ്ട് ട്ടാ. മോളിലത്തെ നിലയിലുണ്ട്, ഒന്ന് ചെന്ന് നോക്കൂ. ഐഷു, മഞ്ജു, ചെല്ല്, കാട്ടി കൊടുത്തേ. എന്താണ് രഘുവേ? പറയണേന് മുമ്പ് ഒന്ന് നോക്കട്ടേട്ടാ, കല്ലു ചായ ഇടാൻ പോയിട്ടുണ്ടോന്ന്. പോയിട്ടുണ്ട്. നമ്മൾ പണ്ട് സംസാരിച്ചില്ലേ, അതന്നെ കാര്യം. നമുക്ക് ഉറപ്പിക്കാം, അശ്വിന് സ്നേഹ ഇഷ്ടത്തിലായിട്ടുണ്ട്. അപ്പോ പട്ടണത്തിൽ പോയപ്പോ കണ്ടൂലേ? ഉവ്വ്. പക്ഷെ കയ്യോട് പിടിക്കാൻ പറ്റിയില്ല. സ്നേഹ കുട്ടിയോട് വഴി രക്ഷപ്പെട്ടു. പിന്നെ കല്ലു ഉള്ളതുകൊണ്ടൊന്നും ചോദിക്കാനും പറ്റിയില്ല. കല്ലു പറഞ്ഞ പ്രശ്നമാണല്ലേ. ഇവരിൽ അതിനാവണേന് മുമ്പ് തന്നെ എനിക്ക് സ്നേഹ അശ്വിനെ കൊണ്ട് കെട്ടിക്കണം എന്നുണ്ടായിരുന്നു. നിനക്കൊന്നും തോന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അന്ന് ഞാനത് കല്ലുവിനോട് പറഞ്ഞപ്പോ അവള് ശരിക്കും എതിർത്തു. അതെനിക്കറിയാം, അപർണക്കാരനല്ലേ. അത് ഞാൻ പറഞ്ഞായിരുന്നോ? ഉവ്വ്. അത് ഞാൻ മറന്നുട്ടാ. അല്ല, അതിന് കല്ലുവിനെ കുറ്റം പറയാൻ പറ്റില്ല. എന്റെ ഭാര്യയ്ക്ക് അസൂയം പരിദൂഷണവും മാത്രമായിരുന്നെങ്കിൽ ക്ഷമിക്കായിരുന്നു. അത്യാവശ്യം തമ്മി തല്ലീറ്റലും ഉണ്ട്. അതറിഞ്ഞ ഏത് ഫാമിലിയാണ് അങ്ങനത്തെ ഒരു കുടുംബത്തിലെ ആളിനെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നേ? ഒക്കെ ശരിയാണ്. എന്നാലും നമ്മുടെ ഇഷ്ടം കുട്ടികളുടെ ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കത് പ്രൊസീഡ് ചെയ്തല്ലേ പറ്റൂ. അതിനാദ്യം കുട്ടിയോട് സീരിയസ് ആണോന്നറിയണം. ഇപ്പോഴത്തെ കാലല്ലേ. അതും ശരിയാണ്. സ്നേഹയുടെ സ്വഭാവത്തിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടാ. എന്തുട്ടാണ്? ചില നേരത്ത് ഭയങ്കര പക്വതയാണ്, ചില നേരത്ത് ഒട്ടുമില്ല. എന്റെ പൊന്നു ബിജുവേ, അവൾക്ക് വയസ്സ് 18 ആയിട്ടുള്ളൂ. അപ്പൊ പക്വത അവൻ ഇനിയും സമയമുണ്ട്. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല കേട്ടാ, എത്രയും പെട്ടെന്ന് കെട്ടിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അശ്വിന്റെ അച്ഛന്റെ കാര്യം അത് തന്നെയാണ്. തിരിച്ചവൻ ഇംഗ്ലണ്ടിൽ പോകുമ്പോ വല്ല വെള്ളക്കാരിയോ ആഫ്രിക്കക്കാരിയോ കിട്ടുമോ എന്നുള്ള പേടിയാണ് പുള്ളിക്ക്. ഇതിപ്പോ എങ്ങനെയൊന്ന് പ്രൊസീഡ് ചെയ്യണേ? അവര് സീരിയസ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. എന്റെ മനസ്സിൽ ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. ഇതെന്താണ് നിങ്ങൾ രണ്ടുപേരും എന്നെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുന്നേ? ഞാൻ അത്രയ്ക്ക് ഭീകരത്തിയാണോ കാണാൻ? അല്ല, ഞാനെന്തോ പറഞ്ഞു വന്നപ്പോ പെട്ടെന്ന് നിന്റെ സൗണ്ട് കേട്ട് ഞെട്ടിപ്പോയി. അല്ല, എന്താ നമ്മൾ പറഞ്ഞു വന്നത്? ഞാൻ മറന്നു. ഞാൻ ഓർമ്മിപ്പിക്കാം. എന്തോ ഐഡിയയുടെ കാര്യമായിരുന്നു പറഞ്ഞു വന്നത്. കറക്റ്റ്. ബിജുവിന് ഒരു ബിസിനസ് തുടങ്ങുന്ന ഐഡിയയുടെ കാര്യം. എന്നിട്ട് ബിജുവിന് സർക്കാർ ജോലിയല്ലേ കയ്യിലിരിക്കണേ, അത് കളഞ്ഞിട്ട് ബിസിനസ്സിന് ഇറങ്ങിയേ? അല്ല, പെട്ടെന്ന് പറഞ്ഞപ്പോ വെപ്രാളത്തിന് മാറിപ്പോയതാണ്. മുജീബിക്കയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങള് രണ്ടുപേരും അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലാണ്. അത് ശരി, അത് നന്നായി. എത്ര നാളായി ആസൂടെ ഒറ്റയ്ക്ക് കഴിയണേ? അപ്പോഴെന്ത് ബിസിനസിനെ പറ്റിയിട്ടാണ് രണ്ടുപേരും കൂടി ചർച്ച? അതിപ്പോ പല ബിസിനസ്സും ആവാലോ അല്ലേ? പല ബിസിനസ്സാ? അല്ല, പല ബിസിനസ് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്ത് ഏതിലെങ്കിലും ഒന്നില് എത്തും. അല്ലേ രഘുവേ? അതെ, ഏതിലെങ്കിലും ഒന്നിലെത്തും. ബിജു എത്ര നേരമായിട്ട് നിക്കണു? നീ പോയി ചായ എടുത്തേ. മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂട് പരിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. ഹായ്, പരിപ്പോട എന്റെ ഫേവറേറ്റ്. പക്ഷെ എന്റത് പഴംപൊരി കേട്ടാ. കുട്ടിയോളിത് എവിടെ പോയി? അവരെയും വിളിക്കണ്ടേ? ആയിഷേ, മഞ്ജു, ഞങ്ങള് വന്നമ്മേ, പെട്ടെന്ന് വായോ. തണുത്ത പരിപ്പോട ഒരു രസമില്ല. ആയിഷു, ഇന്ന് പേര് വിളിക്കാൻ ആളുകളുണ്ട് കേട്ടാ. ഹായ് പാർവതി, രാഹുൽ, ഞങ്ങള് പരിപ്പോട കഴിക്കാൻ പോവാ. വരണോ? കുഞ്ഞിക്കാട്ടന് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേട്ടാ.